പീപ്പിൾ ടിവിയുടെ ന്യൂസ് ആൻഡ് വ്യൂസിലൂടെ ഡോക്ടർ ബിജു രമേശ് ബാർക്കോഴ വെളിപ്പെടുത്തിയപ്പോൾ എത്തിയതുപോലെ തന്നെ വലിയൊരു മാധ്യമപ്പടയാണ് പുതിയ വെളിപ്പെടുത്തലും ഏറ്റെടുക്കാനെത്തിയത്. സ്വാമി ശാശ്വതികാനന്ദയുടെ കൊലപാതകത്തിന് പിന്നിൽ വെള്ളാപ്പള്ളി നടേശനാണ് എന്ന വെളിപ്പെടുത്തലാണ്. വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ കാണുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക് എന്താണ് നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയങ്ങൾ? വേറെ നമ്മുടെ ഇയാളുടെ ബിജു രമേശൻ്റെ അതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതിയല്ല. പറയാം, ഉപചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. ചിരിക്കുന്ന കാരണം ഉപചോദ്യം ചോദിച്ച് എന്നെ കുഴച്ച് ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞ് എനിക്ക് നിലപാടില്ലാത്തവനാണ്. എനിക്ക് എല്ലാത്തിനും നല്ല നിലപാടുണ്ട്. പക്ഷെ അത് മാധ്യമ വിചാരണ നടത്തി നമ്മളെ നശിപ്പിക്കുക. പ്രത്യേകിച്ചാണെങ്കിൽ കണ്ടില്ല, കൈരളി ഇന്നലെ കൈരളി ഞങ്ങൾ ആളുകളിന് വരുന്ന പ്രശ്നത്തെപ്പറ്റി ഞങ്ങളിന്ന് കൗൺസിലിൽ കൂടി തീരുമാനിക്കാതിരിക്കുകയാണ്. കാരണം അങ്ങനെ പോയിട്ട് കാര്യമില്ല. അവിടെ തന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? സോമൻ ആര് എന്നാ പറഞ്ഞോട്ടെ. ശാശ്വതാനന്ദ സ്വാമിജിയുടെ ജലസമാധിയുമായി ബന്ധപ്പെട്ടാണ് എനിക്കുള്ള പങ്കിനെ പറ്റിയാണ് ഇന്നലെ ബിജു രമേശ് ഉന്നയിച്ച ഒരു ആരോപണം ഞാൻ കേൾക്കുകയുണ്ടായി. ഈ ആരോപണം ഇപ്പം തുടങ്ങിയതല്ല, വളരെ നേരത്തെ തുടങ്ങിയ ഒരു ആരോപണം. ആ ആരോപണം ഏതാണ്ട് 13 കൊല്ലങ്ങളായി ഈ സംഭവം നടന്നിട്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി വരെ കേസുണ്ടായിട്ടുണ്ട്. ആ കേസെല്ലാം തന്നെ വിചാരണ നടത്തി അദ്ദേഹം ജലസമാധി അടഞ്ഞതാണ് എന്ന് കണ്ടെത്തിയ ഒരു സത്യമാണ്. ആ സത്യത്തെ അറിഞ്ഞുകൊണ്ട് പ്രത്യേകിച്ചും SNDP യോഗത്തിൻ്റെ ഇപ്പോഴത്തെ വളർച്ച അതിനെ തടയിടാൻ വേണ്ടി ചില രാഷ്ട്രീയ നേതൃത്വം അതിന് പിൻബലം കൊടുത്തുകൊണ്ട് ആരോപണങ്ങളുമായി ഇദ്ദേഹത്തിന് ഉന്നതരെ ആക്ഷേപിക്കുക ഒരു സ്വഭാവമാണ്. വ്യക്തിഹത്യ നടത്തുക അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയാണ്. മാണി സാറിനെ, ബാബുവിനെ, കെ ബാബുവിനെ ഇവരെല്ലാം തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരാരും തകർന്നില്ല എന്ന് മാത്രമല്ല, സ്വയം തകർന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതാണ് സത്യം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ശാശ്വതാനന്ദ സ്വാമിയുടെ സമാധിയായി ബന്ധപ്പെട്ട് ഏത് അന്വേഷണവും നടത്തുന്നതിന് ഞാനെതിരല്ല. ഇപ്പോൾ CBI അന്വേഷണം നടത്തണമെന്നാണ് പറയുന്നത്. ഒരു കാര്യം ചെയ്യും, ഒരുപാട് ആരോപണം ഉണ്ടല്ലോ, എല്ലാ ആരോപണങ്ങളും കൂടെ എടുത്തിട്ട് ഇതെല്ലാം കൂടെ CBIക്ക് കൊടുത്തിട്ട് എന്നെപ്പറ്റി അന്വേഷിക്കുക. കോഴ വിവാദം, ആറ്റിങ്ങൽ കോടതി എന്നെപ്പറ്റിയുള്ള നിയമനത്തെപ്പറ്റി സംബന്ധിച്ചിടത്തോളം കോഴ വിവാദം ആറ്റിങ്ങൽ കോടതിയിൽ കേട്ട് തള്ളിയതാണ്. അതുപോലെ തന്നെ വിജിലൻസിൽ കൊടുത്തവർ അതിനും ഈ കോഴ വിവാദവുമായിട്ട് കൊടുത്തതും തള്ളിയതാണ്. ഈ തള്ളിയ കാര്യങ്ങളൊന്നും പറയാതെ പിന്നീടും തനിയാവർത്തനം നടത്തി വ്യക്തിഹത്യ ചെയ്യുന്ന ഒരു സ്വഭാവം. പ്രത്യേകിച്ചും കൈരളിയോട് ഞങ്ങൾക്ക് വളരെ വിനയമായി അപേക്ഷിക്കാനുള്ളത് ഒരു അതായത് മാധ്യമ സംസ്കാരം കാണിക്കണം. രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ട് അവർ പ്രവർത്തിക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷം തന്നെ. കൈരളി ചാനൽ ഇത്രമാത്രം ഒരാളെ വ്യക്തിഹത്യ ചെയ്യുവാൻ ശ്രമിച്ചത് എന്താണെന്ന് മനസ്സിലാകുന്നത്. മാത്രമല്ല, ഇത് പറയാൻ വന്ന ഒരു SNDP പ്രവർത്തനോട് ഏതാണ് മാധ്യമ വിചാരണ നടത്തി വാദവും പുള്ളി നടത്തി ജഡ്ജി തന്നെ വാദം നടത്തി ആളെ ശിക്ഷിക്കണം. താൻ എന്തിനാണോ ശാഖാരി അമ്പലത്തിൽ വന്നത് എന്നൊക്കെയാണ് ചോദിക്കുക. ഇതൊക്കെ ശുദ്ധ അസംബന്ധമല്ലേ? കൈരളിയൊന്നും അല്ല ഞങ്ങളെ വളർത്തിയത്. അയാൾ ഡോക്ടർ സോമൻ ഏത് ശാഖയാണെന്നറിയാൻ ഡോക്ടർ സോമൻ ആലുവ യൂണിയനിലെ പ്രവർത്തനായും ആ യൂണിയൻ്റെ പ്രസിഡൻ്റായി 8 കൊല്ലം ഇരുന്നവനാണ്. അതിനുശേഷം യോഗത്തിൻ്റെ ദേവസ്വം സെക്രട്ടറി ആയിരുന്ന ആളാണ്. അതിനുശേഷമാണ് അദ്ദേഹം യോഗം പ്രസിഡൻ്റായിരുന്നത്. ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ആ വന്ന ഒരു മഞ്ചേരിക്കാരൻ അഡ്വക്കേറ്റിനോട് ഫയർ ചെയ്യണം. ഇതൊക്കെയാണ് കാണിക്കേണ്ട മര്യാദ. ഒരിക്കലും അത് മര്യാദയല്ല, മാന്യതല്ല. ഇതുപോലുള്ള പ്രവൃത്തികളാണ്. അമ്മയെപ്പറ്റിയും പറഞ്ഞു, അതിൻ്റെ അനുഭവങ്ങളൊക്കെ അവർക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഏത് ആരോപണം നടത്തട്ടെ. ഇപ്പോൾ തന്നെ ആരോപണങ്ങൾ ഇപ്പോൾ ദേശാഭിമാനിയിൽ ഒരാരോപണം, ഇപ്പോൾ ഏതായാലും പത്രം നോക്കിയാൽ ഞാനല്ലാതെ വല്ലതും ഉണ്ടോ? ഇപ്പോൾ നിങ്ങൾ നോക്കുന്നത് വെള്ളാപ്പള്ളി ഇത്രയും വലിയ ഹെഡിങ്ങിൽ
പത്രത്തിന് തലക്കെട്ട് കിട്ടാൻ ഞാനിനി 2 ജന്മം ഇരുന്നാലും ഒക്കുമായിരുന്നോ? ഇപ്പോൾ അടുത്ത പേജ് നോക്കിയാൽ പിന്നെ കണ്ടില്ല അതും വെള്ളാപ്പള്ളി. ആരാ ചോദിച്ചിരിക്കുന്നത്? ഐസക് സാറാണ്. ഐസക് സാറിനെ സംബന്ധിച്ച് വേറെ സ്നേഹമുള്ള നേതാവാണ്. അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിന് എൻ്റെ പാർട്ടി നിൽക്കാനൊക്കത്തില്ല. പക്ഷേ അതിലൊരു സത്യം മനസ്സിലാക്കണം. അദ്ദേഹത്തിൻ്റെ വലിയൊരു ആരോപണം സംവരണത്തെപ്പറ്റി ഞാനൊന്നും പറഞ്ഞില്ലെന്നാണ്. സംവരണത്തെപ്പറ്റി വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഐസക് സാർ ചിലപ്പോൾ അമേരിക്കയിലായിരിക്കും, അതുകൊണ്ട് അറിയാതെ പോയി എന്നുള്ളതാണ്. SNDP യോഗത്തിൽ നിലവിലുള്ള സംവരണ നയം അതുപോലെ തുടങ്ങണമെന്നാണ് പറഞ്ഞത്. ആ നയത്തിൽ ഒരു വ്യത്യാസമില്ല എന്ന് BJPയുടെ സ്റ്റേറ്റ് നേതാക്കന്മാരും ഇന്ന് ഭരിക്കുന്ന സെൻട്രൽ ഗവൺമെൻറ്റും പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതിന് പിന്നെ തർക്കിക്കേണ്ട കാര്യമുണ്ട്? പാവം സാധാരണക്കാരെ ഇരുത്തിക്കൊണ്ട് ഇങ്ങനെയുള്ള തെറ്റായ വിവരങ്ങൾ ഐസക് സാറിനെ കൊണ്ട് നടത്താവും. ഇന്ന് ഐസക് സാറിനോട് വിനീതമായി എനിക്കൊന്ന് അപേക്ഷിക്കാനുള്ളത്, ഇവിടുത്തെ പിന്നോക്കക്കാരൻ്റെയും ഈഴവൻ്റെയും പട്ടികജാതിക്കാരുടെയും വോട്ട് കൊണ്ട് മാത്രം പിൻബലം ഏറെയുള്ള ഇടതുപക്ഷം നടത്തുന്ന കൈരളി ചാനലിൽ എത്ര പിന്നോക്കക്കാരുണ്ട്? അവരുടെ ഈ ദേശാഭിമാനി പത്രത്തിൽ എത്ര പേരുണ്ട്? അവർ നടത്തിക്കുന്ന ആശുപത്രികളുണ്ട്, മറ്റ് വ്യവസായ സ്ഥാപനങ്ങളുണ്ട്, അവർ നടത്തുന്ന സൊസൈറ്റികളുണ്ട്. അങ്ങനെ ഒരുപാട് വ്യവസായ സംഘങ്ങളിൽ ഇത് കേരളത്തിലുള്ള ഒരു വ്യവസായ സാമ്രാജ്യത്തിൻ്റെ ഉടമ കൂടെയാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അവരിൽ ഈ തീയനായാലും ഈഴവനായാലും പട്ടികജാതിക്കാരായാലും എത്രയുണ്ടെന്ന് അവർക്കൊന്ന് പറയാമോ? അവിടെ വല്ലതും സംവരണ തത്വം പാലിച്ചിട്ടുണ്ടോ? വെറുതെ ആവശ്യമില്ലാതെ അനാവശ്യമായി ഞങ്ങളുടെ തലയിട്ട് വെറുതെ തീക്കള്ളി കൊണ്ട് തലചൊറിയരുത്. ഞങ്ങളാരും ആർക്കും വിരോധികളല്ല. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇന്നലെ വരെ അവഗണിക്കപ്പെട്ട ഈ വിഭാഗം ശബ്ദിച്ചപ്പോൾ എന്തുകൊണ്ട് ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് ഞങ്ങൾക്കെല്ലാം സീറ്റ് തരാൻ അഹമികയായി വരുന്നു? ഇപ്പോൾ ഒന്നും ചോദിക്കുകയും പറയാതിരിക്കുകയും പ്രതികരിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ ഞങ്ങളോട് എന്തുമാകാമെന്ന് ചവിട്ടി തേച്ചരച്ച് കളഞ്ഞപ്പോൾ, പ്രതികാരവുമായി മുമ്പോട്ട് വന്നപ്പോൾ, പ്രതിഷേധവുമായി മുമ്പോട്ട് വന്നപ്പോൾ അതിന് നിങ്ങളിന്ന് സീറ്റ് തരാൻ നിർബന്ധിതരായ ഒരവസ്ഥയിലേക്ക് കേരളം മാറിയില്ലേ? ഞങ്ങൾക്ക് അളക്കം മതി. അച്യുതാനന്ദൻ അദ്ദേഹത്തിന് തെറ്റിദ്ധരിപ്പിച്ച് ആ മൈക്രോ ഉപയോഗിച്ച പെണ്ണുങ്ങളെല്ലാം അദ്ദേഹത്തിനെതിരായില്ലേ? അങ്ങനെ എതിരാക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? എത്ര ലക്ഷം ജനങ്ങൾക്ക് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ഞാൻ കൊടുത്തു സമ്പത്ത്. പിന്നോക്കക്ഷേമ വകുപ്പിൽ നിന്ന് മുസ്ലിമിന് കൊടുത്തിട്ടുണ്ട്, ക്രിസ്ത്യാനിക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ആരുടെ അന്വേഷിക്കണമെന്ന് ഇവരാരും പറയുന്നില്ല. SNDPയുടെ മാത്രമാണ്. ഞാൻ 5 പൈസ പലിശ മേടിച്ചിട്ടില്ല. ഏത് അന്വേഷണത്തെ ഞാൻ നേരിടാമെന്ന് ഇത്ര തൻ്റെ ഇടപാട്ടില്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, എത്ര നിങ്ങൾ വിമർശിച്ചാലും എതിർത്താലും പത്രത്തോടെയായാലും മാധ്യമങ്ങളിലൂടെ ആയാലും ഞങ്ങളെ പല വിധത്തിൽ ഇങ്ങനെ എതിർക്കുന്നുണ്ട്. മാത്രമല്ല ഈ അഭിമന്യുവിനെ കൂട്ട് ഈ പത്മവ്യൂഹത്തിൽപ്പെട്ട അഭിമന്യുവിനെ കൂട്ട് എന്നെ ഇട്ട് എല്ലാവരും ഇവിടെ കുത്താൻ നോക്കുന്നു. ഈ അഭിമന്യുവിൻ്റെ ശരീരത്തിൽ ഒരു കുത്തു വെക്കില്ല. ഈ പത്മവ്യൂഹം പൊളിച്ച് ഈ അഭിമന്യു പുറത്തു വരും. അതിലൂടെ ഇവിടെ ഊരിത്തിരിഞ്ഞ ഒരു പുതിയ ആശയവും അഭിപ്രായം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട. എന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ടാണല്ലോ അച്യുതാനന്ദൻ്റെ കൂടെ കൊടുക്കണമെന്ന് എൻ്റെ കൊണ്ട് തന്നാൽ പോരായിരുന്നാണ്. ഞാൻ CPM ആണോ ആരാണോ എന്ന് ഞാൻ പറയുന്നില്ല. രാഷ്ട്രീയ മുതലെടുപ്പാണെന്ന് ഞാൻ കണക്കായിക്കോ. കൈരളി ചാനലിൽ കുറേ കൂടെ മാന്യതയൊക്കെ കാണിക്കും കേട്ടോ. ഒരു ഞാൻ ആരുടെ പുറകിൽ ഒരു നിയമത്തിനും പോകില്ല. ആവശ്യമെങ്കിൽ ഇദ്ദേഹം നാളെ കൗൺസിലിൽ, ഇന്ന് വൈകുന്നേരം കൗൺസിലുണ്ട്, കൗൺസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിയമ നടപടിക്ക് പോകും. അതല്ലെങ്കിൽ ഒരു നടപടിക്കും പോകില്ല. അതല്ല നിയമ നടപടിക്ക് പോകണമെന്ന് ഇന്ന് കൂടുന്ന കൗൺസിൽ തീരുമാനിച്ചാൽ ഞാൻ പോകും. നിങ്ങളെന്താ ഒരു വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ശ്രമിച്ചാലും ഈ വ്യക്തിഹത്യ കൊണ്ടൊന്നും ഞങ്ങൾ ഇതിനകത്ത് ഈ കല്ല് പോലെ നിൽക്കുന്ന പാറ പോലെ ഇന്ന് ഉറച്ചു നിൽക്കുന്ന SNDP പ്രസ്ഥാനം അതിനെ തകർക്കാൻ വരുന്ന ശക്തികളായാലും അവർ സ്വയം തകർന്നു പോകണതല്ലാതെ ഇതിനെ തൊടാനോ തകർക്കാനോ തളർത്താനോ ആർക്കും. ഇതൊക്കെ മുമ്പ് ഒരുപാട് വെല്ലുവിളികൾ നേരിട്ട സംഘടനയാണ്. അപ്പോഴും ഇതിനെ പിളർക്കാൻ സാധിച്ചിട്ടില്ല, തകർക്കാൻ സാധിച്ചിട്ടില്ല. ഇവിടെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും പിളർന്നിട്ടുണ്ട്, വളർന്നിട്ടുണ്ട്. പക്ഷേ SNDP യോഗം എന്ന് പറഞ്ഞ ഒറ്റ സംഘടന ഇവിടെയുള്ളൂ. 113 കൊല്ലമായി. അതിന് ഇനി അനുസ്യൂതം അത് വളർന്നുകൊണ്ടിരിക്കും. പറഞ്ഞതിനകത്ത് 2 ആരോപണം എന്ന് പറയുന്നത്, ഒന്ന് മറ്റേ പ്രിയൻ എന്ന് പറയുന്ന ആളും, ഒന്ന് ഈ
എൻ്റെ അനിയ ഞാൻ കണ്ടിട്ടില്ല അവൻ്റെയൊക്കെ നിങ്ങൾ അന്വേഷിച്ച് പ്രിയനെ കണ്ട് ചോദിച്ചോളണം. നിങ്ങൾക്ക് അതാണല്ലോ പണി. അവിടെ ചോദിച്ച് ഇവിടെ വരിക, ഇവിടെ ചോദിച്ച് അവിടെ പറയുക. ഇതാണല്ലോ ഏഷണിയാണല്ലോ നിങ്ങളുടെ ജോലി. ആ പ്രിയനെ കണ്ട് ചോദിച്ചോളുക. പോസ്റ്റ്മോർട്ടം മിസ്റ്ററെ എനിക്ക് അന്തസ്സും അഭിമാനമുണ്ട്. ആ പോസ്റ്റ്മോർട്ടം ചെയ്യിക്കരുതെന്ന് പറഞ്ഞാണ് എൻ്റെ കൂടെ നിന്ന പലരും. അന്ന് സ്വാമിയുടെ ഏറ്റവും അടുത്ത് നിന്ന സ്വാമിയുടെ പേരാണ് എന്നാ സ്വാമി എന്ന് ഞാൻ വിളിക്കുന്ന സൂക്ഷ്മാനന്ദ സ്വാമി പറഞ്ഞ് അദ്ദേഹത്തെ പോസ്റ്റ്മോർട്ടം ചെയ്തത് ആ ശരീരം കീറുന്നത് എനിക്ക് വിഷമാണ്, ചെയ്യരുതെന്ന് പറഞ്ഞു. ഞാനാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഒന്നാം സ്ഥാനം ഏറ്റ് കൈ ചാർജായിട്ട് ഡെഡ് ബോഡി കൊണ്ടുവന്ന് അദ്വൈതാശ്രമത്തിൽ വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് ജനറൽ സെക്രട്ടറി ഒരിക്കലും ചെയ്യാൻ പറയരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സ്വാമി ശരിയല്ല എന്ന് ഞാൻ പറയാൻ കാരണം അപ്പുറം നിൽക്കുന്ന കാണുന്നുണ്ടോ, മാധ്യമങ്ങൾ പലതും അപശബ്ദം അവിടെ ഇവിടെ ഇരുന്നും പറയുന്നുണ്ട്, ഞാൻ കേട്ടു. ചത്തതാണെന്നും കൊന്നതാണെന്നും പലതും പറയുന്നുണ്ട് അവിടെ. അതുകൊണ്ട് ഇതൊരു വ്യക്തത വേണം. അപ്പുറത്തേക്ക് എൻ്റെ കൂടെ നിൽക്കുന്ന പല മാന്യന്മാരും പറഞ്ഞ് വേണ്ടാന്ന്. അപ്പോൾ അടുത്ത് എൻ്റെ കൂടെ അഡ്വക്കേറ്റ് ജനറലോട് ഞാൻ ചോദിച്ചു എന്താണ് വേണ്ടത്. അപ്പോൾ എന്നോട് പറഞ്ഞു വെള്ളാപ്പള്ളി പറയുന്നതാണ് ശരി, പക്ഷേ എനിക്കിവിടെ പറയാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞു. ഉടനെ ഞാൻ ഫോൺ ചെയ്ത് രാജീവൻ, അന്ന് ഐജിയാണ്, PR രാജീവൻ, ഇപ്പോൾ പെൻഷൻ പറ്റി, അദ്ദേഹത്തെ ഞാൻ ഫോൺ ചെയ്ത് ചോദിച്ചു, മിസ്റ്റർ രാജീവൻ താങ്കളുടെ ഓഫീസർ എന്ന നിലയിലല്ല ഞാൻ ചോദിക്കുന്നത്, എനിക്ക് വ്യക്തിപരമായൊരു അഡ്വൈസ് തരണം. ഇങ്ങനൊരു പ്രതിസന്ധി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ പ്രതിസന്ധിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതോ ചെയ്യാതിരിക്കുന്നതോ ഏതാണ് ശരിയെന്ന് ചോദിച്ചു. ഉടൻ അദ്ദേഹം പറഞ്ഞ് നമ്മുടെ എല്ലാം രക്ഷയ്ക്കും പോസ്റ്റ്മോർട്ടം ചെയ്തേ പറ്റൂ. ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആർക്കും നാളെ ഉണ്ടാകാൻ പോകുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങോട്ട് വന്നു. SP ഉടനെ വന്ന് പറഞ്ഞ് എന്താണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ SP വടക്കനായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യണം. വെള്ളാപ്പള്ളിയുടെ തീരുമാനമാണ് കറക്റ്റ്. ഞാൻ ഏറെ സന്തോഷിക്കുന്നു. വെള്ളാപ്പള്ളി ഒന്ന് അനൗൺസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോഴും ആ പോലീസ് ഉദ്യോഗസ്ഥന് പറയാൻ SP-ക്ക് പറയാൻ ധൈര്യമില്ല. ഞാൻ പറഞ്ഞു ഏതായാലും പോസ്റ്റ്മോർട്ടം ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പോസ്റ്റ്മോർട്ടം ചെയ്തത്. എല്ലാ പോസ്റ്റ്മോർട്ടം ചെയ്ത ആന്തരാവയവങ്ങളിലെ CD-യും വീഡിയോയും എല്ലാം ഇന്നും എടുത്തു വെച്ചിട്ടുണ്ട്. അത് കോടതിയിൽ കാണിച്ചായിരുന്നു. ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലല്ലേ അദ്ദേഹത്തിന് വെള്ളം കുടിച്ച് ആത്മഹത്യ തന്നല്ല, വെള്ളം കുടിച്ച് ആറ്റിൽ വെച്ച് മരിച്ചതാണെന്ന് കണ്ടെത്തി കീഴെടുത്ത ഈ ആരോപണങ്ങൾക്കെല്ലാം കോടതി ആ കേസെല്ലാം തള്ളിക്കളഞ്ഞത്. എന്നിട്ട് അത് ആളുകൾക്ക് മറന്നുപോയി. അതുകൊണ്ട് പുത്തൻ ആരോപണങ്ങളുമായി ഇന്ന് വരികയാണ്. അത് ഒരു കഥയില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ ആരോപണം CBI കൊണ്ട് അന്വേഷിക്കട്ടെ. ആ കൂട്ടത്തിൽ എനിക്കൊരു വിനീതമായ അപേക്ഷയുണ്ട്. ആ TP-യുടെ വധ കൂടി ഒന്ന് CBI കൊണ്ട് അന്വേഷിക്കണം. ആ പാവം പിടിച്ച TP 51 വെട്ടുവെട്ടിയാണ്. അദ്ദേഹത്തിനെ പറ്റി ഒന്ന് അന്വേഷിക്കാൻ ആരും കാര്യമായി പറയുന്നില്ല. ഈ മാന്യന്മാരല്ല അതെന്തേ പറയാത്തത്? ഈ രാജ്യത്ത് നീതി ന്യായവും ധർമ്മവും നടക്കണ്ടേ? ആരെയും വെട്ടിക്കൊല്ലല്ല ഇവിടെ വേണ്ടത്. ആ വെട്ടിക്കൊന്ന യഥാർത്ഥ പ്രതികൾ ആരാണെന്ന് കണ്ടെത്തുവാൻ എൻ്റെ CBI-യുടെ ഒപ്പം തന്നെ അതും കൂടെ ഒന്ന് ചേർത്ത് 2 CBI കേസാകട്ടെ, ഒന്ന് അതുമാകട്ടെ ഒന്ന് ഇതുമാകട്ടെ, അതിനെ വളരെ ശക്തമായി അത് നടപ്പിലാക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. എന്താണ് പോരെ ഇതുണ്ടല്ലോ കോവില്ല ഇതിനകത്ത് അടുത്ത് ഞാൻ മിണ്ടുന്നില്ല. കുറേ നാളെ മിണ്ടിയായിരുന്നു. ഇതാണ് കുഴപ്പം, കട്ട് ചെയ്തു. അപ്പം ഞാൻ ഇനി കുട്ടനാട്ടിലേക്ക് പോവുകയാണ്. പൊയ്ക്കോട്ടെ. ഇനി നിന്നാൽ നിങ്ങളുടെ ഡീസലാണ് കൂടുതൽ പോണത്, എൻ്റെതല്ല, നിങ്ങളുടെ കമ്പനിയുടെ. പോരെ പലർക്കും ശമ്പളം നേരത്തെ കിട്ടുന്നവരുണ്ട്, ശമ്പളം കിട്ടാത്തവരുണ്ട്, അപ്പോൾ സമയത്ത് കിട്ടാത്തവരുണ്ട്, ബക്കറ്റുള്ളതുകൊണ്ട് ഒരു കുഴപ്പമില്ലാത്തവരുണ്ട്. അതുകൊണ്ട് വെള്ളാപ്പള്ളി ദർശന വാർത്താ സമ്മേളനത്തിൽ തത്സമയ സംപ്രേഷണമാണ് നമ്മൾ കണ്ടത്.